Hi friends, welcome to our channel Keen on Fire. അപ്പോൾ നമ്മൾ ക്യൂസാറ്റിൻ്റെ PVQs ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു ക്യാൻ യൂസ് ദിസ് ഫോർ കീം ഓൾസോ. കീമിന് ഇത്രയും വരില്ല, എന്നാലും ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീം സുഖമായിട്ട് എഴുതാൻ പറ്റും. സോ നമ്മുടെ ലാസ്റ്റ് ഡേയിലെ നൗ ദിസ് ഈസ് പാർട്ട് 4. പാർട്ട് 3 ഹോംവർക്ക് പ്രോബ്ലം ഉണ്ട്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ചെയ്യാത്തവർ ഇപ്പം ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് R ആൻഡ് മാസ് M. സോളിഡ് സ്ഫിയർ ആണ്, of radius r and mass m is rotating about its diameter. A solid cylinder of same mass and same radius of that sphere also rotating about its geometrical axis with an angular speed twice that of the sphere. The ratio of their kinetic energy of rotation, that means kinetic energy of sphere divided by kinetic energy of cylinder. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട്, സോളിഡ് സ്ഫിയർ, ദെൻ സോളിഡ് സിലിണ്ടർ അല്ലേ, സോളിഡ് സിലിണ്ടർ. സോ സ്ഫിയറിൻ്റെ കേസിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? മാസ്, റേഡിയസ് ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് സിലിണ്ടർ, മാസ് ഓഫ് സ്ഫിയർ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സിലിണ്ടർ. സി ദെൻ ഇത് ജിയോമെട്രിക്കൽ ആക്സിസ് ആണ്, ഇതും സോളിഡിൻ്റെ കേസിലും ഡയമെട്രിക്കൽ ആക്സിസ്, അത് രണ്ടും സെയിം ആണ്. So that of the sphere, the ratio of their kinetic energy of rotation, no, with an angular speed, so omega, angular speed എന്ന് വെച്ചാൽ omega of cylinder is twice that of omega of sphere. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്ന കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി നമ്മൾ പറഞ്ഞു, നമുക്കറിയാം ലീനിയർ മോഷൻ കേസിൽ ഹാഫ് mv². സോ വെൻ ഇറ്റ് കംസ് ടു റൊട്ടേഷണൽ മോഷൻ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു മാസിന് പകരം ഇവിടെ എന്താ വരിക? I, moment of inertia വരും, വിക്ക് പകരം ഒമേഗ. സോ ഹാഫ് I omega². സോ നമ്മളോട് ചോദിച്ചേക്കുന്ന കൈനറ്റിക് എനർജി ഓഫ് സ്ഫിയർ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് വാട്ട് സിലിണ്ടർ. സോ ഇറ്റ് ഈസ് ഹാഫ് I ഓഫ് സ്ഫിയർ ഒമേഗ ഓഫ് സ്ഫിയർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് I ഓഫ് സിലിണ്ടർ ഒമേഗ ഓഫ് സിലിണ്ടറിൻ്റെ സ്ക്വയർ. സോ ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിലെന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഇനി നമുക്ക് I ഓഫ് സ്ഫിയറും I ഓഫ് സിലിണ്ടറും കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് I ഓഫ് സ്ഫിയർ? ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. സ്ഫിയറിൻ്റെ I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2/5 mr². ദാറ്റ് ഓഫ് സിലിണ്ടറിൻ്റെ കേസിൽ ഇറ്റ് ഈസ് സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എബൌട്ട് ഇറ്റ്സ് ജിയോമെട്രിക്കൽ ആക്സിസ് ആണ്, ഡയമീറ്റർ അല്ല. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് mr²/2 സോളിഡ് സിലിണ്ടർ തിരിച്ചുള്ള കേസിൽ. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് എന്തായാലും ക്യാൻസൽ ചെയ്തു. I ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ 2/5 m സെയിം ആണ്. മാസ് രണ്ടിൻ്റെ സെയിം ആയതുകൊണ്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് m. r സെയിം ആയതുകൊണ്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് r ഇറ്റ് സെൽഫ്. സോ എമ്മും ആറും സെയിം ആണ്. സോ m ഈസ് സെയിം mr². പിന്നെ ഒമേഗ എസ് എന്ന് പറയുന്നത് നമുക്ക് ഒമേഗ എസ് ആയിട്ട് തന്നെ എടുക്കാം, ഡിവൈഡഡ് ബൈ what is this one? This is IC എന്ന് പറഞ്ഞാൽ mr²/2 ഇൻറ്റു ഒമേഗ സി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ 4 ഒമേഗ എസ് സ്ക്വയർ. അപ്പോൾ നമുക്ക് mr², ഇത് ക്യാൻസൽ ചെയ്യാം. ഈ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് താഴെ ഒരു 2 ഉണ്ട്, ആ 2 ഈ 2 കൂടെ ക്യാൻസൽ ചെയ്യാം. ദെൻ വാട്ട് വി വിൽ ഗെറ്റ് ഈസ് 1:5. സോ 1:5 ആണ് KES/KE സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 1:5. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 2-3 കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. അതൊന്ന് ഓർത്തിരിക്കുക. അതും കൂടെ നമുക്കൊന്ന് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു റിങ് ഇങ്ങനെ വരുവാണെങ്കിൽ അതിലെന്ത് 2 ആക്സസ് ഉണ്ട് ഒരു റിങ്ങിൻ്റെ കേസിൽ. അതായത് പെർപെൻഡിക്കുലർ ടു ഈ ബോർഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദാറ്റ് റിങ്. അതായത് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. അതൊന്നും അല്ലാതെ അതിന് കുത്തനെ, അത് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ബോർഡിന് കുത്തനെ, ബോർഡിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് ബോർഡിലേക്ക് ഇങ്ങനെ നമ്മൾ കുത്തി ഇറക്കുവാണെങ്കിൽ ആ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ എക്സും വൈയും ആണ്. ഇസഡ് ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെയല്ലേ കാണിക്കാം. ആക്ച്വലി ഇസഡ് ഡയറക്ഷൻ ഇങ്ങനെയാണ്.
അതായത് കുത്തനെയുള്ള ഡയറക്ഷനാണ്. സോ ഇൻ ദാറ്റ് ഡയറക്ഷൻ ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. സോ ആ ഒരു ഡയറക്ഷനിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എക്സ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് mr². ഈ റിങ്ങിൻ്റെ കേസാണ്. തിരിച്ച് നമ്മുടെ ഡയമെട്രിക്കൽ ആക്സിസിൽ ഡയമെട്രിക് ഇങ്ങനെയോ എക്സ് ഓർ വൈ ഇങ്ങനെയോ അങ്ങനെയോ ഉള്ള കേസസിലൊക്കെ ഇറ്റ് ഈസ് mr². അല്ല, ഞാൻ ഇത് ZDZ എഴുതാം. ZDZ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ZDZ. ഓക്കെ, സോ ഇത് നമ്മുടെ ZDZ ഡയറക്ഷൻ ആണല്ലോ. സോ ഇറ്റ് ഈസ് mr². ഇത് mr²/2 ആണ്. ഈ സെയിം സാധനം തന്നെയാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ കേസിൽ ഹോളോ സിലിണ്ടർ ആണെങ്കിൽ, അതായത് ഹോളോ സിലിണ്ടർ ഒരു പൈപ്പ് മാതിരിയുള്ള സാധനമാണെങ്കിൽ സോ അതിനും ഈ സെയിം തന്നെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ഇറ്റ്സ് ജിയോമെട്രിക്കൽ ആക്സിസ് അല്ലെങ്കിൽ എബൌട്ട് ഇറ്റ്സ് ഡയമെട്രിക്കൽ ആക്സിസ്. ജിയോമെട്രിക്കൽ ആക്സിസ് ആണ് നമ്മുടെ mr², ഡയമെട്രിക്കൽ ആക്സിസ് mr²/2. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചോളുക. ഈ പ്രോബ്ലം വന്നപ്പോൾ ഞാൻ അതും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇതേമാതിരി തന്നെ നമ്മൾ ഡിസ്ക്, നമ്മളിപ്പോൾ ഒരു CD ഒക്കെ ഇടുന്നില്ല, നമ്മുടെ CD മാതിരിയുള്ള സാധനം, അതായത് ഇത് ഓപ്പൺ ഹോളോ അല്ല, ഡിസ്ക് കംപ്ലീറ്റ്ലി ഒരു പരന്ന ഒരു ഡിസ്ക് മാതിരിയുള്ള സാധനത്തിന് എബൌട്ട് ഇറ്റ്സ് ജിയോമെട്രിക്കൽ ആക്സിസ്, അതാണ് നമ്മുടെ IZZ. അതായത് നമ്മുടെ ഈ ബോർഡിന് കുത്തനെയുള്ള ആക്സിസ് ഉണ്ട്, അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് mr²/2. പിന്നെ നമുക്കറിയാം ഡയമെട്രിക്കൽ ആക്സിസ് വരും. ഡയമെട്രിക്കൽ ആക്സിസ് ഇറ്റ് ഈസ് അതിൻ്റെ പകുതി mr²/4. ഇനി നമുക്ക് ഓർക്കാനുള്ളത് ഇതേമാതിരി തന്നെ സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ, സോളിഡ് സിലിണ്ടറിൻ്റെ കേസിൽ ഇത് സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ഇറ്റ്സ് എബൌട്ട് ഇറ്റ്സ് ജിയോമെട്രിക്കൽ ആക്സിസ് mr²/2 ഡയമെട്രിക്കൽ ആക്സിസ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് നമുക്ക് സോളിഡ് സിലിണ്ടർ ആണ് ചോദിച്ചേക്കുന്നത്, അത് റൊട്ടേറ്റിംഗ് എബൌട്ട് ജിയോമെട്രിക്കൽ ആക്സിസ്, അതുകൊണ്ടാണ് നമ്മൾ mr²/2 എടുത്തത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എടുത്ത കേസ് തന്നെ സ്ഫിയർ, ഒരു സ്ഫിയർ ആണെന്ന് വയ്ക്കുക. സ്ഫിയർ ഇതുവരെ തന്നെ നമുക്ക് എന്ത് വരും, സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് അതിനൊരെണ്ണേ ഉള്ളൂ I = കാരണം സോളിഡ് സ്ഫിയർ ഒരു 3 ഡയമെൻഷണൽ സാധനമല്ലേ. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് ZZ ഇത് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് 2/5 mr². അപ്പോൾ ഇതെല്ലാം നമ്മുടെ സെൻറ്ററിലാണ്, എബൌട്ട് ദ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. ഇനി ഒരു ചുമ്മാ ഒരു ബാർ എടുക്കുവാണെങ്കിൽ ഒരു ലെങ്ത് L ആണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എബൌട്ട് സെൻറ്ററാണ് mr²/12. ഇനിയിപ്പം ഇതിനകത്ത് ഒരു ലോയും കൂടെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളോട് സെൻറ്റർ ആയിരിക്കണം എന്നല്ല ചോദിച്ചേക്കുന്നത്, ഏതെങ്കിലും ഒരു എഡ്ജ് വല്ലതും ആയിരിക്കും. ഈ എൻഡിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ലെങ്ത് നമുക്കറിയാം, ഇത് പകുതിയാണല്ലോ L/2. അപ്പം ഇത് ഞാൻ A എന്ന് കൊടുക്കുവാണ്. എനി ആക്സിസ് എവിടെയെങ്കിലും, അതായത് നമ്മുടെ സെൻട്രൽ ആക്സിസിന് പാരലലായിട്ടുള്ള നമ്മൾക്ക് അറിയാവുന്ന ആക്സിസ്, ഇതെന്ന് പറഞ്ഞാൽ ജിയോമെട്രിക്കൽ ആക്സിസിൻ്റെ അതിന് പാരലലോ അല്ലെങ്കിൽ ഡയമെട്രിക്കൽ ആക്സിസിനോ പാരലലായിട്ടുള്ള ഒരു ആക്സിസിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മുടെ പാരലൽ ആക്സിസ് തിയറം ഉണ്ട്. അതായത് ദാറ്റ് ഈസ് നമ്മൾ ഇതെല്ലാം റൊട്ടേഷൻ മോഷനിൽ നമ്മളുടെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഈ പ്രോബ്ലം വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കോൺടാക്ട്സിലൊന്ന് പറയുന്നതേ ഉള്ളൂ. സോ ഈ എഡ്ജിലുള്ള എന്ന് പറയുന്നത് അറ്റ് സെൻറ്റർ, നമുക്ക് ഈ കിട്ടിയ സെൻറ്റർ പ്ലസ് m ഇൻറ്റു നമ്മുടെ ഈ ഡിസ്റ്റൻസ് അതിൻ്റെ സ്ക്വയർ L/2ൻ്റെ സ്ക്വയർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കേസിൽ എത്ര വരുമെന്ന് നോക്ക്. ഇത് നമുക്ക് സെൻറ്ററിൽ നമുക്കറിയാം mr²/12 ആണ്, പ്ലസ് ml²/12 ആണ്. ഇത് ml ആണ് ഈ ലെങ്ത്. അപ്പം ഇതിൻ്റെ ml²/4, ഇത് രണ്ടും കൂടെ LCM എടുത്തു കഴിഞ്ഞാൽ എത്ര വരും, 12 വരും. സോ ml² പ്ലസ് 3ml², അപ്പോൾ എത്ര വരും, 4ml²/12. സോ ദാറ്റ് മീൻസ് ഇതിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എഡ്ജിൽ കേസിൽ എത്ര വരും, 3ml² അല്ല ml²/3 എന്ന് പറയുന്നതാണ് ഈ എഡ്ജിൽ. അതേമാതിരി തന്നെ ഇവിടത്തെ ഉള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഈ സെൻറ്ററിലുള്ളത് എടുക്കുക, അതിൻ്റെ ഈ ഡിസ്റ്റൻസ് ഇതാകുമ്പോൾ നമുക്ക് എത്രയായിരിക്കും, r/2. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ m ഇൻറ്റു ഈ r/2² പ്ലസ് ഈ ഡയമെട്രിക്കൽ ആക്സിസ് നമുക്ക് ഇതിൻ്റെ പാരലായിട്ടുണ്ട്. ഇതിന് പാരലായിട്ട് ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് അത് ചെയ്താൽ മതി, m ഇൻറ്റു ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, അത്രയേ ഉള്ളൂ. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ വാല്യൂസ് എങ്കിലും ഓർത്തിരിക്കുക. സ്ഫിയർ എന്തായാലും ഓർക്കണം, I = 2/5 mr². പിന്നെ ഈ ഒരു റിങ്ങിൻ്റെ കേസും ഡിസ്കിൻ്റെ കേസും ഓർത്താൽ മതി. ഇത് രണ്ടും തന്നെയായിരിക്കും സോളിഡ് സിലിണ്ടറിൻ്റെ കേസും ഹോളോ സിലിണ്ടറിൻ്റെ കേസും. അപ്പോൾ റിങ്ങിൻ്റെ കേസിൽ എബൌട്ട് ഇറ്റ്സ് ജിയോമെട്രിക്കൽ ആക്സിസ് അല്ലെങ്കിൽ സെൻറ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് mr² ഫോർ റിംഗ്. ഫോർ ഡിസ്ക് ഇറ്റ് ഈസ് mr²/2. ഇനി ഡയമെട്രിക്കൽ ആക്സിസ് ആണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് mr²/2 ഇൻ ദ കേസ് ഓഫ് റിംഗ്. ഇതിൻ്റെ കേസിൽ mr²/4. എന്താ ഡിസ്കിൻ്റെ കേസിൽ ഈ സെയിം കേസ് തന്നെയാണ് സോളിഡ് സിലിണ്ടർ വന്നാലും. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഓർത്തിരിക്കുക. അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യാമേ. Next question, a cube of metal is subjected to a hydrostatic pressure of
4 GB. Pressure is 4 gigapascal, 4 GPa. The percentage change in the length of the side of the cube is close to, given the bulk modulus of metal is B is equal to 8 into 10 to the power 10. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്? ഒരു പ്രശ്നം എന്താ, ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബ് എന്താണ് വെള്ളത്തിലോ മറ്റോ ഇട്ടിട്ടുണ്ട്. ആ ക്യൂബ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നുണ്ട്. അതിൽ അനുഭവപ്പെട്ടിരിക്കുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. ഓൾ ദ സൈഡ്സ്, എല്ലാ സൈഡിൽ നിന്നും അതിന് പ്രഷർ വരുന്നുണ്ട്. So entire side it is affected by pressure, and that pressure is given as 4 GPa. അപ്പോൾ G എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 10 to the power 9 പാസ്കൽ. ഇത് ഓർത്തോണേ, ജിഗാ പാസ്കലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇറ്റ്സ് വാല്യൂ ഇസ് 10 to the power 9. ഇനി മെഗാ ആയിരുന്നെങ്കിൽ MPa എന്നായിരുന്നെങ്കിൽ ഇറ്റ് ഈസ് 10 to the power 6. അത് ഓർത്താൽ മതി. സോ ഇറ്റ് ഈസ് 4 into 10 to the power 9 തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത്, ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്. ബൾക്ക് മോഡുലസ് ഈസ് ഗിവൺ ആസ് 8 into 10 to the power 10 Pa. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു പ്രഷർ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ആക്ച്വലി ഒരു മൈനസ് കൂടെയുണ്ട്. മൈനസ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതിൻ്റെ പ്രഷർ കാരണം ഇതിൻ്റെ വോളിയം ഇച്ചിരി ചെറുതാവും. സോ നമുക്കറിയാം എന്ത്, ഇറർ അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ ക്യൂബിൻ്റെ കേസിൽ എന്താണ്, അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് ചേഞ്ച് ഇൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ലെങ്ത് ഓഫ് ദ സൈഡ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ലെങ്ത് ഓഫ് ദ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു 100. ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് വാട്ട് ദേ വോണ്ട് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് വോളിയം അറിയാം, നമുക്ക് വോളിയം ചേഞ്ച് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പി തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, നമുക്ക് വി ക്യാൻ ഫൈൻഡ് ദ ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാം. വോളിയം എന്താണ് ശരിക്കും ഒരു ക്യൂബിൻ്റെ കേസിൽ, ഒരു സൈഡ് എൽ ആണെങ്കിൽ, ക്യൂബിൻ്റെ ഒരു സൈഡ് എൽ ആണെങ്കിൽ വോളിയം എന്ന് പറഞ്ഞാൽ എൽ ക്യൂബാണ്. സോ നമുക്ക് നമ്മുടെ എറർ അനാലിസിസ് വെച്ച് നോക്കാമല്ലോ. ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ഇൻറ്റു 100 എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 into delta L by L into 100 ആയിരിക്കും. ഓക്കെ, 3 ഇത് 3 ക്യൂബ് ആയതുകൊണ്ട് 3 ടൈംസ്. ഇതിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ വോളിയത്തിൽ അത് അഫക്റ്റ് ചെയ്യുന്നത് 3 into delta L by L ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 100 നമുക്ക് പിന്നെ എടുക്കാം. നമുക്ക് ഈ ഡെൽറ്റ V by V ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു P by B. ഡെൽറ്റ V by Vന് വരെ നമുക്ക് എന്ത് എഴുതാം, 3 into delta L by L is equal to P by B. സോ ഡെൽറ്റ L by L is equal to P by B into B by 3 അല്ലേ. P by 3 താഴേക്ക് വരും. നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്ന ഡെൽറ്റ L by L into 100 ആണ്. സോ അത് നമ്മൾ എഴുതുവാണെങ്കിൽ P എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്, 4 GPa. സോ 4 into 10 to the power 9 ഈസ് അവർ P. ഓക്കെ, സോ വാട്ട് ഈസ് അവർ B? B ഈസ് ഗിവൺ ആസ് 8 into 10 to the power. യൂണിറ്റ് എപ്പോഴും ചെക്ക് ചെയ്തോണം, എല്ലാ യൂണിറ്റും ഒരുപോലെയാണോ എന്ന്. അതാണ് നമ്മുടെ എന്ത്, P by B കിട്ടി. ഇനി ഒരു 3 ഇവിടെ കിടപ്പുണ്ടല്ലോ, 3 എഴുതുക. പിന്നെ നമുക്കൊരു 100 കൂടെ ഉണ്ട്. ഇനി വെട്ടിക്കളയുക. ദിസ് വൺ ഇവിടെ 2 കിട്ടും. ഇത് 9ഉം ഈ 10 മുകളിലേക്ക് പോയി കഴിയുമ്പോൾ എന്ത് വരും, 10. ഇത് രണ്ടും കൂടെ വെട്ടിക്കളയാമല്ലോ, ബാക്കി ഒരു 10 ഉണ്ടാവുള്ളൂ. 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഒരു 10 into 3 കിട്ടും. അപ്പോൾ ഇതും നമുക്ക് വെട്ടിക്കളയാം. ബാക്കി എത്ര വരും, 10 by 6. 10 by 6ൻ്റെ വാല്യൂ എത്രയാണ് വരിക, 10 by 3 എന്ന് പറഞ്ഞാൽ 3.33. അപ്പോൾ 1.67 ഏകദേശം. ഇറ്റ് ഈസ് 1.666 വരും. ഇറ്റ് ഈസ് 1.67%. ഓപ്ഷൻ ബി ഈസ് എ റൈറ്റ് ആൻസർ. സോ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇൻ കേസ് നമുക്ക് ഇതിപ്പോൾ ഒരു ക്യൂബ് ആയതുകൊണ്ടാണ്, ഒരു സ്ഫിയറോ എല്ലാം തന്നു കഴിഞ്ഞാൽ സ്ഫിയറിൻ്റെ വോളിയം നമുക്ക് 4/3 IR ക്യൂബാണ്. സോ അന്നേരം നമുക്ക് 3 into ഡെൽറ്റ V by V. ഈ കേസിൽ ഡെൽറ്റ V by V എന്ന് പറയുന്നത് എന്ത് വരും, 3 into ഡെൽറ്റ R by R വരും. അപ്പോൾ V ആണോ ഡെൽറ്റ V by V into 100 ആണോ കാണാൻ പറഞ്ഞേക്കുന്നത്, അതല്ല റേഡിയസിൻ്റെ ഇതുപോലെ തന്നെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ്, അതാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ് ആണോ ചെയ്തേക്കുന്നത്, അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. P ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, യൂണിറ്റ് നമ്മളൊന്ന് ഇടാൻ ഓർത്താൽ മാത്രം മതി. ഇതിൻ്റെ കേസിൽ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്രഷർ ഡിവൈഡഡ് ബൈ അവർ ചേഞ്ച് ഇൻ വോളിയം ആണ്. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് അഗെയിൻ എറർ അനാലിസിസിൻ്റെ ഒരു പ്രോബ്ലം കൂടെ കണ്ടതിനകത്ത്, if the error in the measurements of L and G are 2% and 4% respectively,
ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ ടൈം പീരീഡ് ഓഫ് പെൻഡുലം. അപ്പോൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷനകത്ത് ലെങ്ത്തിൻ്റെ എറർ എന്ന് പറഞ്ഞാൽ 2% തന്നിട്ടുണ്ട്, ജീൻ്റെ എറർ 4%. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ജീൻ്റെ എറർ 4% തന്നിട്ടുണ്ട്. ദെൻ വാട്ട് വിൽ ബി ദ എറർ ഇൻ ദ ടൈം പീരീഡ്. അപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം T = 2π × L/G. ഇതാണ് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ, ടൈം പീരീഡ് ഓഫ് പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് എല്ലിന് ഇങ്ങനെ എറർ ഉണ്ട്, ജീന് ഇങ്ങനെ എറർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എറർ അനാലിസിസ് നമ്മൾ എങ്ങനെ എഴുതും, ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഡെൽറ്റ T ബൈ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, T/T × 100 വേണ്ടേ, × 100 നമുക്ക് പിന്നെ എഴുതാം. ഇതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് അത് എടുക്കേണ്ട കാര്യമില്ല. ബാക്കി എന്തുണ്ട്, ഇതിനെ √L/G നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഹാഫ് ഇൻറ്റു ഡെൽറ്റ L/L പ്ലസ് ½ ഡെൽറ്റ G/G. ഓക്കെ, ഇത് നമ്മൾ വിചാരിക്കും ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് മൈനസ് ചെയ്യാമെന്ന്. അങ്ങനെ മൈനസ് ചെയ്യരുത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം പീരീഡിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുക, എന്തെങ്കിലും ഒരു ചേഞ്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഈ ലെങ്ത്തിൽ എന്തെങ്കിലും നമ്മൾ എടുത്തതിൽ എറർ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് അഫക്റ്റ് ചെയ്യും, അതും പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും, അതും അഫക്റ്റ് ചെയ്യും, ജി എന്ന് പറയുന്നതും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ലെങ്ത്തിലുള്ള എററും ജിയിലുള്ള എററും ഈ ടീനെ അഫക്റ്റ് ചെയ്യും, ടീൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഡിവൈഡഡ് ബൈ ആണെങ്കിലും എന്താണെങ്കിലും രണ്ടും നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് ഇതിനെ റേസ് ടു ആയിട്ട് എന്ത് വന്നു അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പം L² ആണ് വന്നതെങ്കിൽ ഇവിടെ നമ്മൾ 2 × ഡെൽറ്റ L/L എന്ന് എഴുതിയാണ്. L³ ആയിരുന്നു വന്നിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ കേസിൽ നമുക്ക് V ആയതുകൊണ്ട് L³ അല്ലേ വന്ന് വോളിയം, അതുകൊണ്ടാണ് നമ്മൾ 3 × ഡെൽറ്റ L/L എടുത്തത്. ഇവിടെ നമുക്ക് മുകളിൽ റേസ് ടു ആയിട്ട് വന്നിരിക്കുന്ന ഹാഫ് ആയതുകൊണ്ട്, റൂട്ട് ആയതുകൊണ്ട്, സ്ക്വയർ റൂട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഹാഫ് എടുത്തേക്കുന്നത്. സോ നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് എഴുതാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡെൽറ്റ L/L ആണ്, ഇറ്റ് ഈസ് ഗിവൺ ആസ് 2%. ഓക്കെ, ഇൻറ്റു ആണ് തന്നേക്കുന്നത്. ഇറ്റ് ഈസ് ഡെൽറ്റ G/G ആണ് 4%ലാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പെർസെൻറ്റേജിൽ എടുക്കാം. ഡെൽറ്റ T/T × 100 ഈസ് ഗിവൺ ആസ് ഡെൽറ്റ L/L × 100 പ്ലസ് ½ ഇൻറ്റു ഡെൽറ്റ G/G × 100. ഇതെല്ലാം × 100 ആണ്. × 100ലാണ് തന്നേക്കുന്നത്, പെർസെൻറ്റേജ് അല്ലേ തന്നേക്കുന്നത്. അതുകൊണ്ട് സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ½ ഇൻറ്റു ഡെൽറ്റ L/L എത്ര 2 പ്ലസ് ½ ഇൻറ്റു ഡെൽറ്റ G/G എന്ന് പറഞ്ഞാൽ 4. ഇത് രണ്ടും വെട്ടിപ്പോയി. ഇറ്റ്സ് ആൻസർ ഈസ് 1 പ്ലസ് ഇത് രണ്ട് വെട്ടുമ്പോൾ 2. 1 + 2 = 3%. സോ 3% ഈസ് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കാം. ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ഈസ് 2π × √L/G. അത് വെച്ചിട്ട് നമ്മളിത് അങ്ങ് സോൾവ് ചെയ്താൽ മതി. എന്താണ് നമുക്ക് ആ ഇക്വേഷനിൽ ഇത് ഹോൾ റേസ് ടു ഹാഫ് ആയതുകൊണ്ട് കോൺസ്റ്റൻസ് എല്ലാം അങ്ങ് കളഞ്ഞേക്കുക. കോൺസ്റ്റൻറ്റ് കൊണ്ട് നമുക്ക് ഒരു എററും സംഭവിക്കാൻ പോകുന്നില്ല. ദാറ്റ്സ് വാല്യൂസ് കോൺസ്റ്റൻറ്റ്, അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ദ ചേഞ്ച് ഇൻ ടൈം പീരീഡിൽ സംഭവിക്കുന്നത് ഇത് രണ്ടും കൊണ്ടുള്ള ചേഞ്ചാണ് സംഭവിക്കുന്നത്. അത് നമ്മളത് ആഡ് ചെയ്യുക. അതിൻ്റെ റേസ് ടു എന്തുണ്ടോ അത് ഇൻറ്റു ആ വാല്യൂ × 100 വെച്ച് ആഡ് ചെയ്യാം. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു യൂട്യൂബ് മാനോമീറ്ററിൻ്റെ കേസാണ്. യൂട്യൂബ് കണ്ടെയ്ൻസ്, ഞാൻ ആക്ച്വലി യൂട്യൂബിൻ്റെ കേസ് മറ്റേതിനകത്ത് വന്നിട്ടില്ലായിരുന്നു, അത് ഇതുവരെ കീമിൽ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് കണ്ടെയ്ൻസ് വാട്ടർ ആൻഡ് സ്പിരിറ്റ് സെപ്പറേറ്റഡ് ബൈ മെർക്കുറി. ദ മെർക്കുറി ഉണ്ട്, അതിൽ വാട്ടറും ഉണ്ട്, സ്പിരിറ്റും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് മെർക്കുറി ഉണ്ട്. ദ മെർക്കുറി കോളം ഇൻ ദ 2 arms ആർ ഇൻ ലെവൽ വിത്ത് 10 centimeters of water in one arm and 12.5 centimeters of spirit in the other. Then the relative density of spirit. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതായത് ഒരു യൂട്യൂബ് ഉണ്ട്, അതിൽ എന്തൊക്കെയുണ്ട്, അതിലൊരൽപ്പം മെർക്കുറിയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനം. അതിൻ്റെ ഒരു സൈഡിൽ ഇൻ ലെവൽ വിത്ത്, ഇങ്ങനെ അങ്ങ് വരച്ചാൽ കുറച്ചൊരു സിമ്പിളായിരിക്കും. നമ്മളൊരു ഇത് ഇത്രയും മെർക്കുറി ഫില്ല് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു പോർഷനിൽ നമുക്ക് എന്താ ഉള്ളത്, ദിസ് ഈസ് 10 centimeters ഓഫ് വാട്ടർ. ഇത് 10 centimeter ഉണ്ട്, ഇത് നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്. പിന്നെ 12 centimeter നമുക്ക് എന്താ ഉള്ളത്, അല്ല 12.5 centimeter സ്പിരിറ്റ് ഉണ്ട്. ഇവിടെ സ്പിരിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സ്പിരിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സ്പിരിറ്റ് ആണ്, ഇവിടെയാണ് സെൻറ്ററിൽ നമുക്ക് മെർക്കുറിയാണ്. അപ്പോൾ മെർക്കുറിയുടെ ലെവലിൽ വെച്ച് നമുക്ക് എടുക്കാം. ഇതില്ലെങ്കിൽ നമ്മളിത് കുറച്ച് മാറ്റിയൊക്കെ എടുക്കണം. ബട്ട് ദിസ് ഈസ് എ ഈസി. അറ്റ് ലെവൽ PP ലെവലിൽ നമുക്ക് പ്രഷർ എടുക്കാം. PP ലെവലിൽ പ്രഷർ എടുക്കുമ്പോൾ എന്താവും, ρgh ആണല്ലോ പ്രഷറിൻ്റെ വാല്യൂ. അപ്പോൾ റോ ഓഫ് വാട്ടർ ഇൻറ്റു G ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ എത്രയാണ്, 10 centimeter. അപ്പം നമുക്കതിനെ 0.1 ആക്കാം.
ഈക്വൽ ടു, അല്ലെങ്കിൽ 10 സെൻറ്റിയിൽ തന്നെ എടുക്കാം, 10 സെൻറ്റി ഈക്വൽ ടു റോ ഓഫ് സ്പിരിറ്റ് ഇൻറ്റു ജി ഇൻറ്റു 12.5. അതിൻ്റെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രഷർ, ഇവിടുത്തെ പ്രഷറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രഷർ അറ്റ് ഹിയർ സെയിം ലിക്വിഡിൻ്റെ ലെവലേ നമ്മൾ എടുക്കാവുള്ളൂ. ചില കേസിൽ നമുക്ക് വരുമ്പം ഒരു സിംഗിളായിട്ട് തരും. അതായത് മെർക്കുറി ഇവിടെ ഉണ്ട്, മെർക്കുറി കോളം ഇത്രയും ഹൈറ്റിൽ റേസ് ചെയ്തു, ഇവിടെ നമുക്ക് ഈ ലെവലിൽ തന്നെ വാട്ടറോ വെല്ലോ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എപ്പോഴും നമ്മളൊരു ലെവൽ എടുക്കുമ്പോൾ ഒരേ ലിക്വിഡിൻ്റെ ലെവൽ എടുക്കണം, അതേ ഉള്ളൂ. ഇവിടെ മെർക്കുറി ആണെങ്കിൽ ഇവിടെയും മെർക്കുറി ആയിരിക്കണം, ആ ലെവൽ എടുക്കാവുള്ളൂ. സോ ഇവിടെ ഹൈറ്റ് ഓഫ് മെർക്കുറി ആയിരിക്കും, ഇവിടെ ഹൈറ്റ് ഓഫ് വാട്ടർ ആയിരിക്കും. എന്നിട്ട് അത് വെച്ചിട്ട് റോ ജി എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ജി ക്യാൻസൽ ചെയ്യാം. റോ ഓഫ് വാട്ടർ ഇൻറ്റു, ഇത് ഓർത്താൽ റോ ഓഫ് വാട്ടർ ഇൻറ്റു ഈ ഹൈറ്റ്, ഒരേ ലിക്വിഡിൻ്റെ മേലെയുള്ള ഹൈറ്റ്, ദാറ്റ് ഈസ് വാട്ടർ. ഇവിടെ മെർക്കുറിക്ക് മേലെയുള്ള ഹൈറ്റ് 12.5 ഓഫ് സ്പിരിറ്റ് ആണ്. അപ്പോൾ 12.5 ഓഫ് സ്പിരിറ്റിൻ്റെ റോ. അപ്പോൾ റോ ഓഫ് വാട്ടർ നമുക്കറിയാം എത്രയാണ്, 1000, അല്ലെങ്കിൽ 10 to the power 3 into 10 is equal to rho of spirit into 12.5. അപ്പോൾ സോ റോ ഓഫ് സ്പിരിറ്റ് ഈസ് ഈക്വൽ ടു 10 cube into 10 divided by 12.5. എത്ര കിട്ടും? ഇൻറ്റു 100 എടുക്കാം. 100 by 125. ഈ പോയിന്റ് മാറ്റാനായിട്ടാണ്. 25 5 125, 25 4 100. സോ ഈ 1000 അങ്ങനെ തന്നെ പുറത്തെടുക്കാം. ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5 ആകുമ്പം 2 10 200. അപ്പോൾ 800 എന്ത് kg/m³ ആണ് നമ്മുടെ റോ ഓഫ് സ്പിരിറ്റ് എന്ന് കിട്ടിയത്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സ്പിരിറ്റ് ആണ്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഓഫ് എനി ലിക്വിഡ് ഓർ മെറ്റീരിയൽ എന്തെങ്കിലും ആയിക്കോട്ടെ ബൈ റോ ഓഫ് വാട്ടർ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ റോ ഓഫ് വാട്ടർ നമുക്കറിയാം 1000. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സ്പിരിറ്റ് ഈസ് ഈക്വൽ ടു റോ ഓഫ് സ്പിരിറ്റ് ഡിവൈഡഡ് ബൈ റോ ഓഫ് വാട്ടർ. എന്തിനെങ്കിലും ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിന് യൂണിറ്റ് ഇല്ല. സോ റോ ഓഫ് സ്പിരിറ്റ് നമുക്ക് 800 കിട്ടി, ഡിവൈഡഡ് ബൈ റോ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1000, അല്ലെങ്കിൽ 10 to the power 3. സോ ആൻസർ ഈസ് 0.8. സോ ഹിയർ ആൻസർ ഈസ് 0.8. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ഓൾസോ വെരി സിമ്പിൾ. ഇങ്ങനെ ഏതെങ്കിലും ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ഒരു 100 സെൻറ്റിമീറ്റർ വാട്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെർക്കുറിയുടെ ഹൈറ്റ് എത്രയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ച് ഇങ്ങനെയുള്ള ഒരു എന്തിൻ്റെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സോ അതായത് ഞാൻ പറഞ്ഞ പോലെ 100 സെൻറ്റിമീറ്റർ വാട്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ടർ കോളം മെർക്കുറി, അപ്പുറത്തൊരു മെർക്കുറി ഉണ്ടെങ്കിൽ എന്തുമാത്രം ഹൈറ്റിൽ മെർക്കുറി ഉയരും. സോ ദാറ്റ് മീൻസ് റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ് മെർക്കുറിയുടെ പ്രഷർ, ഈസ് ഈക്വൽ ടു റോ ഓഫ് മെർക്കുറി ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ഓഫ് മെർക്കുറി. ഇത് നോക്കിയാൽ മതി. ഇത് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ഹൈറ്റ് ഓഫ് മെർക്കുറി കണ്ടുപിടിക്കാം. റോ ഓഫ് ജി ക്യാൻസൽ ചെയ്യാം. റോ ഓഫ് വാട്ടർ എത്രയാണ്? 1000 ഡിവൈഡഡ് ബൈ റോ ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞാൽ 13.6 ഇൻറ്റു 1000. ഓക്കെ. അപ്പോൾ സോ 1/13.6 മീറ്റേഴ്സേ മെർക്കുറി ഉയരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തെർമോമീറ്ററിലും അതുപോലെ തന്നെ നമ്മുടെ മാനോമീറ്ററിലും എല്ലാം നമ്മൾ മെർക്കുറി യൂസ് ചെയ്യുന്നത്. കാരണം കുറച്ച് ഹൈറ്റിൽ ഇത്രയും വേണ്ട, 1 മീറ്റർ ഇവിടെ 1 മീറ്റർ ഉയരുമ്പോൾ ഇവിടെ ആകെ 1/13.6 ഹൈറ്റിലുള്ള ആ കോളമേ വരത്തുള്ളൂ, അത്രയും പ്രഷർ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് വൈ വി ആർ യൂസിങ് മെർക്കുറി. ബട്ട് ഹിയർ ദ ആൻസർ ഈസ് 0.8. അപ്പോൾ അടുത്ത ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരാം. നിങ്ങളത് വെച്ചിട്ട് അതും ചെയ്താൽ മതി. ഓക്കെ. ആ ഒരു പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. ഓക്കെ. ഞാൻ ഏതെങ്കിലും ഒരു പ്രോബ്ലം തരാം. സോ ഇതൊരു അനാലിസിസിൻ്റെ പ്രോബ്ലം ആണ്. വെരി സിമ്പിൾ. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മെഷറിംഗ് 3 sides ഓഫ് ദ ക്യൂബ് ആൻഡ് ഇറ്റ്സ് മാസ്. ഡെൻസിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. Density is equal to mass by volume. So if the relative error in measuring the mass and length are respectively, massന്റെ relative error ആണ് delta m by m എന്ന് പറയുന്നത് 1.5%, delta l by l 1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ maximum error in determining the density. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഉറപ്പായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ അല്ലെങ്കിൽ നമ്പറോ എന്തെങ്കിലും ഇടുക. ഓക്കെ. സോ നന്നായി പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.